ഹലോ, നല്ല നമസ്കാരം. പാട്രിയറ്റ് കാന്താരയുടെ ഹൈപ്പിനിടയിൽ മുങ്ങിപ്പോയ മലയാള ടീസറാണ് പാട്രിയറ്റ്. പാട്രിയറ്റിൻ്റെ ടീസർ ആദ്യം കാണാം, കണ്ടതിന് ശേഷം നമുക്ക് തള്ളാം. കാണുക, തള്ളുക. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്, വിശ്വാസം. What does this mean? They are going to bring social school to people. മൊത്തം 3 പേരുണ്ട് സാറിനെ തടുക്കാൻ കഴിയും. Student laptop scheme le ee program. Is that similar to Periscope? ഈ program അവരെ secretly watch ചെയ്യുന്നുണ്ട്. വീണ്ടും ഒന്നിച്ചാൽ എന്താവും അഗ്നേഷൻ അറിയാം. ലാസ്റ്റ് എൻ്റെ മോനെ വീട്ടിലോ. Tell him to complete the sentence. Great Indian traitor or patriot? മഹേഷ് നാരായണൻ സൂപ്പർ, ചെറിയ സാധനം, പവർഫുൾ. ഈ ടീസർ കണ്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഈ സിനിമയ്ക്ക് തട്ടും തടവുമില്ലാതെ തിയേറ്ററുകളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മുഴുവൻ ദേശസ്നേഹവും ദേശസ്നേഹികൾ കുറച്ച് കാലമായിട്ട് മൊത്തത്തിൽ മൊത്തക്കച്ചവടം ഏറ്റെടുത്ത് നടത്തുകയാണല്ലോ. ഈ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മാത്രം പൊന്തി വരുന്ന ആ ദേശസ്നേഹത്തിൻ്റെ പട്ടിപ്പറവകാശികൾ, അവർക്ക് ഈ മഹേഷ് നാരായണൻ കൊടുത്ത 8ൻ്റെ പടിയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഇതിൽ ലാലേട്ടൻ്റെ ഒരു പട്ടാള വേഷമുണ്ടല്ലോ. ഈ ദേശസ്നേഹത്തിൻ്റെ അളവുകോലിൽ ഒന്നാണല്ലോ ഈ പട്ടാളം എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഈ സിനിമയുടെ പേര്. ഈ പേര് ഒരുപക്ഷെ അവരെ കളിയാക്കുന്നത് പോലെ അവർക്ക് തോന്നാം, പക്ഷേ നമുക്കങ്ങനെയല്ലല്ലോ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ സിനിമയെക്കുറിച്ച് സംസാരിക്കാം. സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയും കാലം അവർ നേടിയെടുക്കാൻ ശ്രമിച്ചത് വിശ്വാസമാണ്, ഫോളോവേഴ്സിനെ അല്ല എന്ന് ഫഹദ് പറയുന്നുണ്ട്. രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം ഒരു യൂട്യൂബറിന് ചെയ്യാൻ കഴിയും. വിദ്യാർത്ഥികളുടെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്താൽ രാജ്യത്തിന് അല്ലെങ്കിൽ വ്യക്തികൾക്ക് എന്ത് നഷ്ടങ്ങൾ ഉണ്ടാകും. ലാലേട്ടൻ പറയുന്ന മൊത്തം 3 പേരുണ്ട്, അവരെ തടുക്കാൻ കഴിയുമോ സാറേ? ഒരു കാലത്ത് ഈ രാജ്യത്തെ നിയന്ത്രിച്ചവരാണ് അവർ വീണ്ടും ഒന്നിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? സ്ഫോടനം. അവർ എന്ന് പറയുമ്പോൾ 3 പേരുണ്ട് എന്നാണല്ലോ ഇതിൽ പറയുന്നത്. ഒരു പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലിനും പുറകെ മൂന്നാമതൊരു കഥാപാത്രം ഒരുപക്ഷെ അന്യഭാഷകളിൽ നിന്നോ അതല്ല എങ്കിൽ പൃഥ്വിയുടെ എൻട്രിയോ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പൊളിറ്റിക്സ്, അതോടൊപ്പം തന്നെ മെഡിക്കൽ, വിദ്യാർത്ഥികൾ, മൊത്തത്തിൽ ഈ ചാറ്റിംഗ് ആൻഡ് ചീറ്റിങ്, സ്മഗ്ലിങ്, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് ഇതിൽ കടന്നുകൂടുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സുശീൽ ശ്യാം ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒരുപാട് പേർ ചേർന്ന് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നു. ഇതിൻ്റെ ആക്ഷൻ നല്ല നല്ല സ്റ്റൈലായിട്ടാണ് ലാലേട്ടനും ആയിരുന്നാലും മമ്മൂട്ടി ആയിരുന്നാലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹൈപ്പ് കൂട്ടുന്നുണ്ട് ഇതിന്. അതോടൊപ്പം തന്നെ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് ഒരു തട്ടിക്കൂട്ട് സിനിമ ഉണ്ടാക്കുക ആണ് എന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്, മേക്ക് ചെയ്തിരിക്കുന്നത്. ടീസർ കണ്ടിട്ട് ലാലേട്ടനും ഫഫയും മമ്മൂക്കയും
കുഞ്ചാക്കോ ബോബനും നയൻതാരയും രേവതിയും ദർശനയും ഇത്രയും വലിയൊരു സ്റ്റാർ വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മലയാള ഇൻഡസ്ട്രി ഹിറ്റ് ആകാൻ സാധ്യതയുള്ള സിനിമ. അങ്ങനെയല്ല, നമുക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഹിറ്റടിക്കാൻ സാധിക്കട്ടെ. സിനിമയ്ക്ക് ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ സിനിമ നല്ല കിടിലമായി ഉണ്ടാവട്ടെ. ഏകദേശം 6 ഭാഷകളിൽ എടുക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു തട്ടും തടവുമില്ലാതെ തിയേറ്ററുകളിൽ എത്തട്ടെ. കട്ട വെയിറ്റിംഗ് ആണ്.